യേശുദേവന്റെ പുനരുത്ഥാനത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ലോകം. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്നലെ വൈകിട്ട് മുതൽ പ്രത്യേക പ്രാർത്ഥനകളും ആരാധനകളും നടക്കുന്നുണ്ട്. കലൂർ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിൽ നിന്ന് നവമി ദിനേശ് ചേരുകയാണ്. നവമി, എല്ലാവരും ഈസ്റ്ററിന്റെ പ്രത്യാശയുടെ ഒക്കെ ഒരു സന്തോഷത്തിലും അതിന്റെ ആഘോഷത്തിലുമാണ്. എങ്ങനെയാണ് എറണാകുളത്തെ ഈസ്റ്റർ ആഘോഷങ്ങൾ? ശ്രീജ, എന്തായാലും ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. 50 ദിവസത്തെ നോമ്പും ഒരാഴ്ചത്തെ കാലത്തെ വിശുദ്ധ വാരാചരണത്തിനും ശേഷമാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഇന്നലെ രാത്രി വലിയ പ്രാർത്ഥനാ ചടങ്ങുകൾ, പുലരുവോളം പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ചിലാണ്. അവിടെ ഇന്ന് ഇപ്പോൾ കുർബാന നടക്കുകയാണ്. കുർബാന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വിശ്വാസികളൊക്കെ പള്ളികളിൽ എത്തിയിട്ടുണ്ട്. ഈ പള്ളിയിൽ നിന്നും പള്ളി കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും വീട്ടിലെത്തി ഒത്തുചേർന്ന് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ബന്ധുക്കളെല്ലാവരും ഒത്തുചേരുന്നു. കുട്ടികൾക്കൊക്കെ അവരുടെ ഒരു സൗഹൃദം പങ്കിടാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ ഒരു 50 ദിവസത്തെ നോമ്പ് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഈസ്റ്റർ ആഘോഷം നടക്കുന്നത്. എറണാകുളം ജില്ലയിലെ വിവിധ പള്ളികളിൽ രാവിലെ കുർബാന നടക്കുന്നുണ്ട്. കുർബാനയ്ക്ക് ശേഷമായിരിക്കും മറ്റ് വീടുകളിൽ എല്ലാവരും ആഘോഷത്തിന്റെ സമയങ്ങളിലേക്ക് കടക്കുക. എല്ലാവരുടെയും ഒരു ഒത്തുചേരൽ കൂടിയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഈസ്റ്റർ. പള്ളി കുർബാന നല്ല പരിപാടി. എല്ലാവരും ഇന്ന് എന്തൊക്കെ ചെയ്യും? മക്കളെല്ലാവരും ഒന്നിച്ചിരുന്ന് അപ്പം മുറിച്ച് കുടുംബനാഥൻ അപ്പം മുറിച്ച് തന്ന് വലിയ സന്തോഷം. ഇപ്പൊ ഈസ്റ്റർ ഉയർപ്പിന്റെ ഇതല്ലേ. അങ്ങനെ വീട്ടിലെല്ലാവരും ഒത്തുചേർന്ന് ഈസ്റ്റർ അപ്പം ഒക്കെ മുറിച്ച് വലിയ സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ്, ഒത്തുചേരൽ കൂടിയാണ് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച ഈസ്റ്റർ. എന്തായാലും രാവിലെയും പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷമാണ് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി ഒത്തുചേരലും മറ്റ് ആഘോഷ പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഈ പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം എല്ലാവരെയും ഒത്തുചേർന്ന് ഉള്ളൊരു ആഘോഷം കൂടിയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഒരുക്കങ്ങൾ ഇവിടെ പള്ളിയിൽ നടത്തിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ആളുകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഒരു സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ്. എങ്ങനെയാണ് വീട്ടിലെ ആഘോഷങ്ങൾ? എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കുന്നത്. രാവിലെ പള്ളിയിൽ മറ്റ് ചടങ്ങുകൾ എന്തെങ്കിലും ഉണ്ടോ? സാധാ കുർബാന മാത്രമേ ഉള്ളൂ. ഇന്നലെ രാത്രി 11 മണിക്കായിരുന്നു ചടങ്ങ്. വലിയ സന്തോഷത്തിന്റെ ഒരു ദിവസം കൂടിയാണ്. വീട്ടിലെല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിനം അല്ലേ? അതെ അതെ. ഇന്നലെ വീട്ടിലെല്ലാവരും രാത്രിയിൽ വന്നിരുന്നു. എനിക്ക് അസുഖമുള്ള അങ്ങനെ പള്ളികളിൽ പ്രാർത്ഥന നടക്കുകയാണ്. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് മടങ്ങി അല്ലെ? എല്ലാവരും ചേർന്ന് സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ്. ഈ 50 ദിവസത്തെ നോമ്പെല്ലാം നോക്കിയിരുന്നു. നോക്കാതെ പറ്റുമോ? നമുക്ക് ക്രിസ്ത്യാനികളല്ലേ ആണോ? അപ്പൊ അത് ചെയ്യണം. ഇതൊക്കെ നമ്മൾ കാരണന്മാരായിട്ട് ചെയ്തു വെച്ച പരിപാടി നമ്മൾ തുടർന്ന് പോകണം. അത്രേ അതിനകത്തുള്ളു. അപ്പച്ചനാണത്. അപ്പച്ചൻ്റെ മെയിൻ ആളാണ്. പള്ളിയുടെ മെയിൻ ആളാണ് അപ്പച്ചൻ. എന്താ പറയണ, ഒരു ഈസ്റ്റർ ആഘോഷം കൂടി വീട്ടിലെല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഒരു സന്തോഷത്തിന്റെ ദിവസം. അത് ഞങ്ങൾ മകളുടെ വീട്ടിൽ വന്നേക്കാണ് ഇപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി. ഞങ്ങളുടെ എല്ലാ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കും. ഇന്നലെ രാത്രിയിൽ വന്നില്ല. എൻ്റെ കാലിന് പാടില്ലാത്ത ഒരു കാലിൽ ഡ്യൂപ്ലിക്കേറ്റാണ്. അങ്ങനെ ചില പ്രായാധിക്യമായെങ്കിൽ കൂടിയും അസുഖങ്ങളുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു ദിവസം പള്ളിയിലെത്തി പ്രാർത്ഥനാ ചടങ്ങുകൾക്കൊക്കെ പങ്കെടുക്കാൻ എത്തുന്ന നിരവധി ആളുകളാണ്. കുട്ടികളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയുമൊക്കെ പള്ളികളിൽ കുർബാന ഉണ്ടായിരുന്നു. പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശ്രീജ. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തൊരു സന്തോഷമാണ് രാവിലെ അങ്ങനെ ആ പള്ളിമുറ്റത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈ ഒരു പീഡാനുഭവ വാരമൊക്കെ കഴിഞ്ഞ് ഉയർപ്പിൻ്റെ പ്രതീക്ഷ. അത് ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പുലർത്തുന്ന ഒരു പ്രതീക്ഷ കൂടിയാണ്. ഇരുട്ടിന് ശേഷം
വെളിച്ചമുണ്ട്, നന്മ വരാതിരിക്കില്ല, തിന്മയ്ക്ക് ശേഷം നന്മ പുലരുക തന്നെ ചെയ്യും എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ ആഘോഷത്തിൻ്റെയും കൂടെ ചേർത്ത് പറയും. ഈസ്റ്റർ അതിൻ്റെ ഏറ്റവും ഉദാത്തമായ സന്ദേശം നൽകുന്ന ഒരു ആഘോഷമാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. നവമിയാണ് വിവരങ്ങൾ നൽകിയത്.